ഹായ് ഓൾ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് പന്നീരും ആൻഡ് ലെയേർഡ് പൊറോട്ട ആണ്. പന്നീർ പലവിധം ഉണ്ടാക്കും. ഞാൻ ഇവിടെ എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ഷെയർ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്: ജിഞ്ചർ ഗാർലിക്, പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പൗഡേർഡ് കാഷ്യൂനട്ട് ആണ്, പിന്നെ ബൈഡഗി ചില്ലി നന്നായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ 2 സ്പൂൺ മല്ലി, 2 ടൊമാറ്റോ ആൻഡ് 1 ഓണിയൻ. സോ ചീഞ്ചട്ടി എടുക്കുക, 2 സ്പൂൺ ഓയിൽ ഇടാം, ജിഞ്ചർ ഗാർലിക് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യുക. പിന്നെ മല്ലി ഇടുക, പിന്നെ ചില്ലി ഇടാം. ചില്ലി ഇട്ട് അത് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആവണം. പിന്നെ കാഷ്യൂനട്ട്സ്, ഓണിയൻ, ടൊമാറ്റോ എല്ലാം ഇട്ടിട്ട് അതൊന്ന് 3-4 മിനിറ്റ്സ് അതൊന്ന് നന്നായിട്ട് അതൊന്ന് വതക്കണം. പിന്നെ അത് മിക്സി ബൗളിലേക്ക് അത് മാറ്റിയിടുക. പിന്നെ ചൂടാറിയ ശേഷം അത് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം. സോ ഇതാണ് അതിൻ്റെ മെയിൻ ബേസ്. പിന്നെ അതേ ചീഞ്ചട്ടി എടുക്കുക, 2 സ്പൂൺ ഓയിൽ ഇടുക, പിന്നെ ജീരകം ഇടുക, നന്നായിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വതക്കണം. പിന്നെ ഈ അരച്ച പേസ്റ്റ് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് തിളയ്ക്കാൻ ഇടാം. പിന്നെ പന്നീർ ക്യൂബ്സ് ഇടുക. പിന്നെ അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഗരം മസാലയും ജീരകം പൗഡറും ഒന്നിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്യുക. പിന്നെ അവസാനം കൊറിയാൻഡർ ലീഫ് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് അതൊന്ന് ബോയിൽ ചെയ്താൽ മതി. പിന്നെ പന്നീർ കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇവിടെ ഈ ലെയേർഡ് പൊറോട്ടന് ചപ്പാത്തി മാവ് മാതിരി കുഴച്ചെടുത്തിട്ട് ഒരു 2 hours അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇത് തിന്നായിട്ട് അതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയില, ചില്ലി പൗഡറും പിന്നെ എണ്ണ ഇട്ടിട്ട് അത് കൈ കൊണ്ട് അതൊന്ന് നന്നായിട്ട് അതൊന്ന് പരത്തിയെടുക്കുക. വേണമെങ്കിൽ വേറെ മറ്റേ സ്പൈസസ് ഒക്കെയും ഇടാം, ഗരം മസാല, ജീരകം പൗഡറൊക്കെ ഇടാം. പിന്നെ ഇതുമാതിരി കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ ഇങ്ങനെ അതൊന്ന് കൊണ്ടുവന്നിട്ട് അതൊന്ന് റോൾ ചെയ്യാം. സോ വീണ്ടും പിന്നെ അതൊന്ന് പരത്തി എടുക്കാം. പിന്നെ അത് ലൈറ്റായിട്ട് അതൊന്ന് പരത്തി കൊടുക്കാം. പിന്നെ ചപ്പാത്തിക്കൽ ചൂടാക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അതൊന്ന് എണ്ണ ഇട്ടിട്ട് അത് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ എല്ലാം പൊറോട്ട റെഡിയായി. പിന്നെ ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. പൊറോട്ട റെഡിയായി. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി വേറെ റെസിപ്പി കൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. Please subscribe to my channel. Till then, thank you.